ഒരു വാഹനത്തിനെ റോഡിൽ നിർത്തി നമ്മൾ എടുക്കുന്നൊരു പ്രാക്ടീസാണ്. അപ്പോൾ വണ്ടി നിൽക്കുകയാണ്, സ്റ്റാർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി പോകാമെന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടണം. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ബ്രേക്കിൽ നിന്ന് കാല് വിട്ട് ആക്സിലേറ്ററിൽ വെക്കണം. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യണം. എന്നിട്ട് റൈറ്റ് സൈഡ് മിററിലൂടെ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. ബാക്കിൽ വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് പകുതി വരെ ഉയർത്താം. ക്ലച്ച് പകുതി ഉയർന്നു കഴിഞ്ഞാൽ ഉടൻ ഇൻഡിക്കേറ്റർ ഇടണം. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുടെ ക്ലച്ച് റിലീസ് ചെയ്യണം, വണ്ടി മൂവ് ചെയ്യണം. അതായത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഉടൻ വണ്ടി മൂവ് ചെയ്യണം എന്നർത്ഥം. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ച് ഒന്ന് ചവിട്ടണം. വലത്തോട് തിരിക്കരുത്, സ്റ്റിയറിംഗ് ലെവലാക്കി വയ്ക്കും. എന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് ക്ലച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ക്ലച്ച് വരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് വരട്ട് അറയ്ക്കരുത്, സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. സെക്കൻഡ് ഗിയർ ക്ലച്ച് പകുതി നിർത്തി ബാക്കിയുടെ ക്ലച്ച് എടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തു പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. ന്യൂട്രൽ ആൻഡ് തേർഡ് ഗിയറായി പകുതിയിൽ നിർത്തി ക്ലച്ച് എടുക്കണം. ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്ലിയർ ആണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട് ക്ലിയർ ആണെങ്കിൽ സ്പീഡ് വരുത്തു പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. ഫോർത്ത് ഗിയർ ക്ലച്ച് റിലീസ് ചെയ്യാം. ക്ലച്ച് ഒന്ന് കാല് മാറ്റി താഴെ വയ്ക്കാം. ആക്സിലേറ്റർ ഇത്രയേ ഉള്ളൂ. ഇവിടെ വളവാണ്. അപ്പോൾ വളവിൻ്റെ അടുത്തുമ്പോൾ ക്ലച്ച് ചവിട്ടി മൂന്നാമത്തെ ഗിയറിലോട്ട് മാറ്റും. ന്യൂട്രൽ തേർഡ് എന്നിട്ട് ക്ലച്ച് റിലീസ് ഇത്രയേ ഉള്ളൂ. ആക്സിലേറ്റർ കൊടുക്കും. അപ്പോൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആക്സിലേറ്റർ വരാൻ താമസിക്കരുത്. ആക്സിലേറ്റർ കൊടുക്കും. എത്ര ആക്സിലേറ്റർ വേണം എന്നുള്ളത് റോഡിനെ ആശ്രയിച്ചാണ്. വണ്ടി കറക്റ്റ് റോഡിൻ്റെ ഇടതുവശം പോയിക്കൊണ്ടിരിക്കേണ്ട. ആക്സിലേറ്റർ കുറയ്ക്കും. കറക്റ്റ് സൈക്കിളുമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് വേണം സൈക്കിളിനെ പാസ് ചെയ്യേണ്ടത്. സൈക്കിളിനെ കഴിഞ്ഞ് ഇടതുവശം വന്നു. ഇവിടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേർഡ് ഗിയറിലാണ്. കാരണം നമ്മൾ ഫോർത്ത് ഗിയറിൽ മാറ്റിയാൽ വണ്ടിയുടെ സ്പീഡ് കൂടും. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 2 വരകൾക്കകത്തുകൂടെ തന്നെ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് അവിടെ വളവാണ്. ആക്സിലേറ്റർ കുറയ്ക്കും. ഹോൺ അടിച്ചിട്ട് വളവിന് മുമ്പായിട്ട് ഇടതുവശം വരണം. എന്നിട്ട് ഇടതുവശം ചേർന്ന് തിരിയണം. മാക്സിമം ഇടതുവശം ചേർന്ന് തിരിക്കും. കറക്റ്റ് വീണ്ടും ഇപ്പോൾ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേർഡ് ഗിയറിലാണ്. നോക്കിക്കോണം. ഇവിടെ ഇപ്പം ഫ്രണ്ട് ക്ലിയർ ആവും. നോക്കിയോ, ഫ്രണ്ട് ക്ലിയർ ആയി, വണ്ടിയില്ല. സ്പീഡ് വരട്ട്, മാക്സിമം സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. ഫോർത്ത് ഗിയർ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഫോർത്ത് ഗിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അടുത്തൊരു വളവ് വരും. അപ്പോൾ വളവ് നമ്മൾ തേർഡ് ഗിയറിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടും. ന്യൂട്രൽ തേർഡ് എന്നിട്ട് പകുതിയിൽ നിർത്തി ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് വീണ്ടും ഓടിക്കണം ഇടതുവശത്തുകൂടെ. കറക്റ്റ് ആക്സിലേറ്റർ കൊടുക്കും. ഇതൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെ നിങ്ങൾ നന്നായി കാണുക. ഈ വീഡിയോ നന്നായി കണ്ട് മനസ്സിനകത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ കാർ ഓടിക്കുന്ന അവസരങ്ങളിൽ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലോട്ട് വരാൻ പറ്റും. ആക്സിലേറ്റർ കൊടുക്കും. അപ്പോൾ എക്സർസൈസ് അല്ലെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലേറ്റർ കൊടുക്കും. സ്ലോ വളവാണ്. ആക്സിലേറ്റർ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോകൾ നന്നായി കണ്ട് മനസ്സിലാക്കുക. ഗിയർ ചേഞ്ചിങ്. ഓക്കെ, താങ്ക് യു.